മാവിൻ തണലിൽ ഞാൻ ഒറ്റയ്ക്ക് പുസ്തകം വായിച്ചിരുന്നു രസിച്ച കാലം. കാണാത്ത കൊമ്പിൽ നിന്നഞ്ചാറു മാമ്പഴം കാറ്റിൻ്റെ കൈകൾ കൊഴിച്ചു തന്നു. ഞാനതിലൊന്നെടുത്തോടുവാൻ നോക്കുമ്പം ന്യായം പറയുവാൻ കാക്ക വന്നു. ആ ചില്ല ഈ ചില്ല മാറി ചിലച്ചുകൊണ്ടണ്ണാറ കണ്ണനും നോട്ടമിട്ടു. ഒന്നെടുത്തോട്ടെ എന്നോടിക്കിതച്ചുകൊണ്ടൊത്തിരി പൂത്താൻ കിളികൾ വന്നു. കുത്തിത്തുളച്ചു കുടിക്കാൻ തരം നോക്കി ഇത്തിരി കുഞ്ഞൻ ഉറുമ്പ് വന്നു. ഉള്ളു ചീഞ്ഞെന്നു പറഞ്ഞിടഞ്ഞുള്ളിലേക്കൊന്നു കടക്കാൻ പുഴുക്കൾ വന്നു. കണ്ണു ചിമ്മുന്നതിന് മുമ്പേ അന്നെത്രയോ കണ്ണിൽപ്പെടാത്തോരും വന്നിരിക്കാം. ആർക്കാണിതിന് അവകാശമെന്നു ഞാൻ തീർച്ചയാക്കാതെ പരുങ്ങി നിന്നു. ഇന്നും ആ സംശയം തീർന്നില്ലയെങ്കിലും പിന്നെയും മാമ്പഴക്കാലമെത്തി. ഇന്നും ആ സംശയം തീർന്നില്ലയെങ്കിലും പിന്നെയും മാമ്പഴക്കാലമെത്തി. തുടക്കം പഠനകാലത്താണ് എന്ന് പറഞ്ഞാലും ചെറുപ്പത്തിലെ കുറിച്ച് നോക്കി പല കവിത വായിച്ച് നോക്കുമ്പോൾ ഇതുപോലെ എഴുതിയാൽ എങ്ങനെയെന്ന് വിചാരിച്ചിട്ട് എഴുതിയൊക്കെ ശരിയായിട്ടില്ല. അച്ഛനെഴുത്തുകാരൻ അച്ഛൻ്റെ കൊടുക്കുമ്പോൾ അച്ഛൻ അത് തിരുത്തും. അപ്പോൾ ഞാൻ വിചാരിച്ചു അതുപോലെ അല്ല. അപ്പോൾ അത് ഉപേക്ഷിച്ചു. പിന്നീട് വായന തന്നെയായി. ശങ്കരക്കുറുപ്പിൻ്റെ പുസ്തകങ്ങളൊക്കെ കവിതകൾ വായിച്ചു. അങ്ങനെയാണ് വായനയ്ക്കാൻ തോന്നുന്ന കാരണം അച്ഛൻ്റെ ഒരു ഗ്രാമഫോൺ ഉണ്ടായിരുന്നു. ഗ്രാമഫോണിൽ അച്ഛൻ എഴുതുമ്പോൾ ആ ഡിസ്ക് വെച്ചിട്ട് പാട്ട് വരും. നാഴൂരി പാല് കൊണ്ട് നാടാകെ കല്യാണം, 4-5 തുമ്പ കൊണ്ട് മാനത്തൊരു പൊന്നോണം, ആ മാനത്തൊരു പൊന്നോണം എന്ന് കേൾക്കുമ്പോൾ ആ സംഗീതം ആസ്വദിച്ചുകൊണ്ട് ഞാൻ ഒരു ചിത്രം മനസ്സിൽ വരും. ആകാശത്തേക്ക് പോകും. എൻ്റെ മനസ്സൊക്കെ ആകാശത്തേക്ക് പോയിട്ട് അവിടെ ഈ പൊന്നോണം എന്ന് പറയുന്നതും കാണുന്നു. അപ്പോൾ അതുപോലെയാണ് ഞാൻ ഭാസ്കരൻ മാഷ കവിതയാണെന്ന് അച്ഛൻ പറയുകയും അങ്ങനെ അദ്ദേഹത്തിൻ്റെ പാട്ടുകളൊക്കെ ആസ്വദിച്ചിട്ടാണ് കവിതയിലേക്ക് വന്നത്. എന്തായാലും കവിതയ്ക്ക് വരാൻ പിന്നെ കാലം കഴിഞ്ഞു. ഞാൻ BEd പഠിക്കുന്ന കാലത്താണ്. BEd പഠിക്കുമ്പോഴാണ്. BSc കഴിഞ്ഞു. ആ സമയത്താണ് ഒരു കവിത എഴുതി ബാലഭക്തിക്ക് അയച്ചു കൊടുത്തു. മാതൃഭൂമി ബാലഭക്തി മടിച്ച് അയച്ചപ്പോൾ അങ്ങനെ അയച്ചപ്പോൾ ഒരു കുഞ്ഞുണ്ണി മാഷായിരുന്നു അന്ന് കുട്ടേട്ടനായിട്ടിരിക്കുന്നു. കുഞ്ഞുണ്ണി മാഷൊക്കെ എഴുത്തെനിക്ക് ഞാൻ മടക്കി അയക്കാൻ കവർ വെച്ചെങ്കിലും അത് ഉപയോഗിക്കാണ്ട് മാതൃഭൂമി അയച്ചപ്പോൾ പിന്നെ കവർ വെച്ചിട്ട് ഒരു കഥ വന്നപ്പോൾ എനിക്കുള്ള സന്തോഷം, ആദ്യ സന്തോഷം. മാതൃഭൂമി അയച്ചത് പിന്നെ കവറാണ് വരുന്നത്. നോക്കുമ്പോൾ അതിൽ എഴുതിയിരിക്കുന്നത് കവിത നന്നായിട്ടുണ്ട്, പ്രസിദ്ധീകരിക്കുന്നു. ആ വാക്കിൽ തന്നെ പിന്നീട് ആവേശം. പിന്നെ അത് കാത്തിരിപ്പായി. ബുധനാഴ്ച മാതൃഭൂമി അയച്ചപ്പോൾ വരും, ബോഡി നോക്കും, തുറന്നു നോക്കും, കവിത ഉണ്ട്. അപ്പം അങ്ങനെ പിന്നെ അയച്ചു അങ്ങനെ വന്നു തുടങ്ങി. മാതൃഭൂമി അയച്ചപ്പോൾ അതിൽ വന്നു തുടങ്ങി. പിന്നെ അവിടെ അങ്ങനെ അടിയന്തരാവസ്ഥ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ജോലി അവിടെ നിന്ന് മാതൃഭൂമി അയച്ച് പോയപ്പോൾ അത് നിന്നു. പിന്നെ അടുത്തത് പ്രധാനപ്പെട്ട വാരികയായിരുന്നു മലയാള നാട് വാരിക. അതിലേക്ക് ഞാൻ അയച്ചു കൊടുത്തു. അപ്പോൾ അവിടെ നിന്ന് VB നായർ ഇതേപോലെ മടക്കി അയക്കാനുള്ള കവറും സ്റ്റാമ്പ് ഒട്ടിച്ച് വെച്ചിട്ടും അത് ഉപയോഗിക്കാതെ മലയാള നാടിൻ്റെ കവറിൽ VB നായർ എഡിറ്റർ എനിക്ക് കത്തയച്ചപ്പോൾ അതും അടുത്ത സന്തോഷം. അപ്പോൾ അതിന് ഊർജം. ഇങ്ങനെ നമ്മൾ എഴുത്ത് സ്വീകരിക്കപ്പെടുന്നു എന്ന് തോന്നി. അങ്ങനെ ഞാൻ എഴുതി. പിന്നെ ബാലയോഗമൊക്കെ ഉണ്ട്, അതിലൊക്കെ എഴുതി അംഗീകാരം നേടി. അവിടെയൊക്കെ എനിക്ക് കത്ത് വരാറുണ്ട്. അങ്ങനെ കുറച്ച് എഴുത്തുകൾ വന്നു. അങ്ങനെ എഴുതി. പിന്നെ അങ്ങനെ എഴുതി പിന്നീടാണ് ദേശാഭിമാനി വാരികയിലും ചന്ദ്രിക വാരികയിലും ഒക്കെ വന്നത്. പിന്നീട് അതിൻ്റെ ഇതിൽ പിന്നെ ആകാശവാണിക്കാർ വിളിച്ചു തുടങ്ങി. ആകാശവാണിക്കാർക്ക് ഗാനം എഴുതി തുടങ്ങി. അപ്പോൾ ആകാശവാണിക്കാർ ലളിതഗാനം എൻ്റെ കുറേ ലളിതങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അതോടുകൂടി അവരപ്പോൾ സംഗീത ശില്പം എന്ന് പറഞ്ഞിട്ട് ആവശ്യപ്പെടും. ഒരു പ്രത്യേക ദിവസങ്ങൾ വരുമ്പോൾ ഇപ്പോൾ ശിവരാത്രി ഒന്നുമ്പോൾ ആവശ്യപ്പെടും. അപ്പോൾ നമ്മൾ പഠിക്കണം. നമ്മൾ കവിത അങ്ങനെ അപ്പോൾ അതിനു വേണ്ടിയിട്ട് ശിവരാത്രിയെക്കുറിച്ച് പഠിക്കും. ആ പാട്ടാക്കിയിട്ട് മാറ്റും. അതവർക്ക് ഇഷ്ടപ്പെടും. അങ്ങനൊരു കാലം ഉണ്ടായിരുന്നു.
അങ്ങനെ ഓരോ കാലഘട്ടത്തിൽ ടാഗോറിൻ്റെ കാബൂളിവാലരെ നാടകമാക്കാൻ പറഞ്ഞു എന്നോട്. അപ്പോഴും ഞാൻ പറഞ്ഞു അയ്യോ അപ്പോൾ ഞാൻ ജോലി ചെയ്യുന്നു, അപ്പോൾ എനിക്ക് ആ നാടകം പരിചയമില്ല. അത് സാരില്ല, മാഷക്ക് പറ്റുന്നുള്ള ഒരു ഒറ്റ പറച്ചിലായിരുന്നു. അങ്ങനെ ഞാൻ പഠിച്ചു, അതൊക്കെ നാടകം. അപ്പോൾ അങ്ങനെ ഒരുപാട് മേഖലയിലേക്ക് കടക്കാൻ പറ്റി. അങ്ങനെയാണ് എഴുത്തിലേക്ക് എനിക്ക് പറ്റും എന്നുള്ളത് തോന്നിയത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതുപോലെ കുട്ടിക്കഥ ഒന്നല്ല, ഒരു മധുരയിലൊരു കൂട്ടരുണ്ട്, ഈ നേഴ്സറി റൈംസ് എഴുതുന്ന കൂട്ടർ പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ ഒരു നേഴ്സറി പാട്ട് എഴുതാൻ പറഞ്ഞിട്ട് എനിക്ക് കിട്ടി, ഒരു ജോലി കിട്ടി. അത് വേറെ ഈ കൊടുങ്ങല്ലൂർ കേരള ബുക്ക് ഹൗസുകാർ വഴിക്ക് വന്നത്. അപ്പം ഞാൻ അത് അവരിൽ കുറേ ചിത്രം വരും. ചിത്രം എന്ന് വെച്ചാൽ ആ നേഴ്സറി പാട്ട് എല്ലാ ഭാഷയിലേക്കും പോകണമാണ്. എനിക്കൊരു കുറേ ചിത്രങ്ങളുടെ പുസ്തകം കിട്ടി. അപ്പോൾ ഞാനതിൽ പമ്പരം എന്നൊരു ചിത്രം കണ്ടു. അപ്പോൾ ഞാനതിൻ്റെ ആ ചിത്രത്തിനനുസരിച്ച് വേറൊരു എൻ്റെ ഒരു കാഴ്ചന് പമ്പരം കറങ്ങണ കാഴ്ചയിൽ ആ കാഴ്ച സാധാരണ നല്ല രസത്തിൽ കറങ്ങണ ഭംഗിയാണ്. അപ്പം ഞാനതിലൊരു നൊമ്പരം കണ്ടു. അതിന് എനിക്ക് ഏറ്റൊരു തടസ്സം, ഒരു ചരട് കൊണ്ട് വയറ് ചുറ്റി എറിയുമേറു പമ്പരം, തറയിൽ വീണു തല കറങ്ങി മറിയുമേറു പമ്പരം, പമ്പരം തിരിഞ്ഞുലഞ്ഞു വീണതത്ര സുന്ദരം, ആരറിഞ്ഞതിൻ്റെ നെഞ്ചിലേറ്റ കൊച്ചു നൊമ്പരം എന്ന് പറഞ്ഞപ്പോൾ ആ നൊമ്പരം കാഴ്ചയോട് ഒരു ജീവിതമായിട്ട് മാറ്റത്. അപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനെ ഒരു കവിത വെറുതെ കവിത എഴുതാൻ പോരാ, കുട്ടികൾക്ക് പ്രത്യേകിച്ച് എഴുതുമ്പോഴും അതിലൊരു ആശയം അവർക്ക് കിട്ടണം. അങ്ങനെ അത് കണ്ടിട്ടാണ് അത് ആ കവിത ഈ യുറീക്ക മാഷയ്ക്ക് അയക്കുകയും അവർ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അപ്പോൾ അതിലവർ ഒരുപാട് പിന്നീട് കവിതകളൊക്കെ വന്നാണ് കുട്ടികളുടെ കവിയായിട്ട് മാറിയത്. ഞാൻ അങ്ങനത്തെ ആയിരുന്നില്ല, ഇത് കുട്ടികളുടെ കവിയായിട്ട് മാറി. അങ്ങനെ യുറീക്കയിൽ നിന്നാണ് പാഠപുസ്തകങ്ങളിലേക്ക് വന്നത്. ഞാൻ അറിഞ്ഞിട്ടില്ല. എൻ്റെ ആദ്യത്തെ കവിത പാഠപുസ്തകത്തിലേക്ക് 2ാം ക്ലാസ്സിൽ വന്നപ്പോൾ ഞാൻ കവിത ഇങ്ങനെ പാടിയെടുക്കാറൊക്കെ ഉണ്ട്. ആ കവിത അതും എഴുതാൻ കാരണം ഒരു സ്കൂളിൽ കളിപ്പിക്കാൻ ഒരു പാട്ട് കൊണ്ട് കളി നടത്താനാണ്. അപ്പോൾ എൻ്റെ കുട്ടിക്കാലത്ത് കളിച്ച ഉപ്പിന് പോകണ വഴിയേത് ഒരു പാട്ടുണ്ട്, കളിയുണ്ട്. ആ കളി ഉപ്പ്, അത് കുറച്ച് ഉപ്പ് പൊതിഞ്ഞിട്ട് നമ്മൾ ഒന്ന് കുഴിച്ചിടും, പിന്നെ നമ്മൾ കണ്ണ് കെട്ടിയിട്ട് അത് കണ്ടുപിടിക്കണം. അങ്ങനെ കണ്ടുപിടിക്കാൻ ഒരു പാട്ടുണ്ട്, ഉപ്പിന് പോകണ വഴിയത്. ഇത് വെച്ചിട്ട് ഞാൻ 4 ദിക്കും വെച്ചിട്ട് കവിത ഉണ്ടാക്കിയിട്ടാണ് ആ കവിത ഉപ്പിന് പോണ ദിക്കേത് എന്ന പേരിൽ ഒരു ദിവസം എൻ്റെ എൻ്റെ സുഹൃത്ത് മാഷ് പിടിച്ചു പറയും, വിജയൻ ചേട്ടൻ്റെ കവിത 2ാം ക്ലാസ്സിൽ പഠിപ്പിക്കാനുണ്ട്. അപ്പോൾ ഞാൻ എങ്ങനെ അതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാനത് കൊടുത്തിട്ടില്ലല്ലോ. അപ്പോൾ വന്ന് നോക്കിയപ്പോൾ എൻ്റെ കവിത ഉണ്ട്, ഉപ്പിന് പോകണ ദിക്കത് എന്നുള്ളത്. അതൊരു 4 ദിക്കും പോയിട്ട് അവസാന കവിത ഗാന്ധിക്ക് എത്തുന്ന ഉപ്പ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഗാന്ധിക്ക് എത്തുന്ന, അതുകൊണ്ടാണ് ഈ കവിത എടുക്കാൻ കാരണം വെച്ചാൽ കുട്ടികളെ ദിക്ക് പഠിപ്പിക്കുക, അപ്പം തന്നെ ചരിത്രം പഠിപ്പിക്കുക, ഗാന്ധിക്ക് വരാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുള്ളത് കൊണ്ടായിരിക്കും എൻ്റെ കവിത ഒരു പാഠപുസ്തകത്തിൽ പിന്നെ 3ൽ വന്നു. ഇക്കൊല്ലം 4ലുണ്ട് ഒരു പാഠപുസ്തകം പഠിക്കാനുണ്ട്. 5ാം ക്ലാസ്സിൽ ഒരു ഭാഗം പഠിക്കാനുണ്ട്, ഒരു മഴക്കവിതയുണ്ട്. അപ്പോൾ അതൊക്കെ എടുക്കുന്ന എന്നറിയാത്ത ഒരുപാട് ആൾക്കാർ SCRT-ലുണ്ട്. ഞാനാരും പോയിട്ട് അപ്പോൾ ഞാനുണ്ടാവും, എൻ്റെ കവിതയാണല്ലോ. അല്ലാതെ അത് എൻ്റെ കവിതയാണ് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ്, എന്നെ ഇഷ്ടപ്പെട്ടതുകൊണ്ടല്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ഒരുപാട് കവിതകൾ വരികയും പിന്നെ അതിനിടയ്ക്ക് കുരുത്തോലക്കിളി എൻ്റെ ഏറ്റവും ജീവിതത്തിലൊരു പ്രധാനപ്പെട്ട സംഭവം, കുരുത്തോലക്കിളി എന്നൊരു കവിത എഴുതാൻ കാരണം പുസ്തകമുണ്ട്. കുരുത്തോലക്കിളി ഒരു പുസ്തകം എടുത്തിട്ടുണ്ട്. ഈ പുസ്തകത്തിൻ്റെ പേര് എൻ്റെ പേര് വേറെയായിരുന്നു. പ്രസിലേക്ക് പോണ മുമ്പ് എനിക്ക് തോന്നി നല്ലൊരു പേര് എൻ്റെ മനസ്സിൽ ഓടിയെന്ന് ഒരു പേരാണ് കുരുത്തോലക്കിളി. ഞാൻ പണ്ട് എൻ്റെ കൂട്ടുകാരൻ എന്നെ ഉണ്ടാക്കാൻ പഠിച്ച ഒരു കിളിയാണത്. ഇവൻ്റെ സുഹൃത്ത് അപ്പു കൂട്ടുകാരനാണ്, അവനാണ് എന്നെ പഠിപ്പിച്ചത്. അപ്പോൾ ആ ഓർമ്മ വെച്ചിട്ട് ഞാൻ കുരുത്തോല കൊണ്ടു ഞാൻ എൻ കിനാവിൽ നിന്നും
ഒരു നല്ല കിളിച്ചന്തം മെടഞ്ഞുണ്ടാക്കി അതിലെൻ്റെ ഹൃദയം ഞാൻ ഒളിച്ചു വെച്ചു അതിനൊന്നും ഇടിക്കുവാൻ ഇടം കൊടുത്തു. ഇങ്ങനെ ആ കിളി പറന്നു പോവുകയും തിരിച്ചു വരികയും ചെയ്തൊരു കവിതയാണ്. അതെല്ലാവർക്കും ഇഷ്ടപ്പെടുകയും അത് അങ്ങനെ യൂട്യൂബിൽ വൈറലാവുകയും ഇതിൻ്റെ അവകാശമായിട്ട് വേറെ ആൾക്കാർ വന്നു ഈ എഴുതി കവിത എനിക്ക് എൻ്റെ നഷ്ടപ്പെടുകയും പാടിയ കുട്ടികളെ പെരിഞ്ഞത്തെ സാരംഗി ജോഷിന് ഞാൻ പോയിട്ടിട്ട് അവൾ അത് ഒരു മൊബൈൽ പിടിക്കുകയും അത് പാടി കിടന്ന് ഇവിടെ വൈറലാക്കി അവൾ നാട്ടിൽ. പിന്നെ അവിടെ നിന്ന് അത് ലീക്കായിട്ട് യൂട്യൂബിലെത്തിയത്. അപ്പോൾ അത് അവർ ഒരു പറഞ്ഞു ഈ കവിതയ്ക്ക് ആരെങ്കിലും അവകാശം ഉണ്ടോ എന്ന് ചോദിച്ചു ഇട്ടുണ്ടായത്. അപ്പോൾ എനിക്കൊന്ന് അതിൻ്റെ ടെക്നോളജി അറിയാത്തതുകൊണ്ട് ഞാൻ ഒന്നും മിണ്ടാണ്ടിരുന്നു. അതുകൊണ്ട് എല്ലാവരും ആ ഷെയർ ചെയ്ത് പോയിട്ട് ഒരു വൈറലായിട്ട് മാറിയത്. പക്ഷേ 20 കൊല്ലമായിട്ടും ഈ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ കിളി. എൻ്റെ ഒരു ജീവിതത്തിലെ ഇത് ഞാൻ അറിയാൻ ഒരുപാട് കവിത വേറെ എഴുതിയിട്ടുണ്ടെങ്കിലും ഇതാണ് പറന്നുപോയത്. പിന്നെ നോക്കുകയാണെങ്കിൽ വായനയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ 3ാം ക്ലാസ്സിൽ വന്നൊരു കവിത അതുപോലെ എഴുതിയതിൻ്റെ ഇതുപോലെ കുട്ടിക്കാല ഓർമ്മകൾ ആദ്യം കുട്ടിക്കാലത്തെ ഓർമ്മകൾ വരുമ്പോൾ അതിനൊന്ന് മാറ്റിയെടുത്തിട്ട് അപ്പോൾ പുസ്തകം വായിക്കുന്ന പകുതി ഉണ്ടെങ്കിലും ഞാൻ കുടി പഠിക്കുന്ന കാലത്ത് വീട്ടിൽ വന്നാൽ പാഠപുസ്തകം അല്ല വായിക്കുക ആദ്യം. അപ്പോൾ ഞാൻ ഇവിടെ എൻ്റെ വീടിൻ്റെ വലിയൊരു മാവുണ്ടായിരുന്നു. ഈ മാവിൻ്റെ ചുവട്ടിൽ ഞാൻ വായിക്കും, കഥകൾ ഒക്കെ വായിക്കും. ആ സമയത്ത് ഒരു മാമ്പഴക്കാലമായിരുന്നു. ഒരുപാട് മാങ്ങ കൊഴിഞ്ഞു. അപ്പോൾ ഞാൻ ഓടി ചെല്ലുമ്പോൾ അത് ഇന്ന് കിട്ടില്ല. അപ്പോൾ ഒരു കാക്ക വരും. അങ്ങനെ സർവ്വ ജീവജാലങ്ങളും വന്നിട്ട് ആ മാങ്ങ കൊത്തണ്. അപ്പോൾ ഞാനിത് ഈ മാങ്ങ എനിക്കല്ലല്ലോ, എൻ്റെ മനസ്സിലല്ലോ. അപ്പോൾ ഇതൊരാശയമാണല്ലോ. ഈ പ്രകൃതി വായിച്ചുകൊണ്ട് കിട്ടുന്ന അറിവുകളാണ്. ഈ പുസ്തകത്തിൽ നിന്നുള്ള കിട്ടുന്നതിനൊക്കെ കൂടുതൽ അറിവ് ഒരു അപാരമായിട്ടൊരു പ്രകൃതി നമ്മൾ ചുറ്റിങ്ങനെ കിട്ടുന്ന ഒരു പുസ്തകമുണ്ട്. അത് മറന്നിരിക്കല്ലേ, അതിലുണ്ട് ഒരുപാട് കാര്യങ്ങൾ. പുസ്തകം വായിക്കാനുണ്ട് അത് നമ്മൾ ആ കാഴ്ച. അപ്പോൾ അപ്പോൾ ആ കവിത ചൊല്ലാനും വെച്ചാൽ അത് ചൊല്ലാണ്ട് പറ്റില്ല. കാരണം അത് ആ ഓർമ്മ വെച്ചിട്ട് എഴുതിയ കവിത അവകാശികൾ എന്ന് പറയുന്നു. മാവിൻ തണലിൽ ഞാൻ ഒറ്റയ്ക്ക് പുസ്തകം വായിച്ചിരുന്നു രസിച്ച കാലം. കാണാത്ത കൊമ്പിൽ നിന്ന് 5-6 മാമ്പഴം കാറ്റിൻ്റെ കൈകൾ കൊഴിച്ചു തന്നു. ഞാനതിലൊന്നെടുത്തോടുവാൻ നോക്കുമ്പം ന്യായം പറയുവാൻ കാക്ക വന്നു. ആ ചില്ല ഈ ചില്ല മാറിച്ചിലച്ചുകൊണ്ടണ്ണാറ കണ്ണനും നോട്ടമിട്ടു. ഒന്നെടുത്തോട്ടെ എന്നോടിക്കിതച്ചുകൊണ്ട് ഒത്തിരി പൂത്താൻ കിളികൾ വന്നു. കുത്തിത്തുളച്ചു കുടിക്കാൻ തരം നോക്കി ഇത്തിരി കുഞ്ഞൻ ഉറുമ്പ് വന്നു. ഉള്ളു ചീഞ്ഞെന്നു പറഞ്ഞിടഞ്ഞുള്ളിലേക്കൊന്നു കടക്കാൻ പുഴുക്കൾ വന്നു. കണ്ണു ചിമ്മുന്നതിന് മുമ്പേ അന്നെത്രയോ കണ്ണിൽപ്പെടാത്തോരും വന്നിരിക്കാം. ആർക്കാണിതിന് അവകാശമെന്നു ഞാൻ തീർച്ചയാക്കാതെ പരുങ്ങി നിന്നു. ഇന്നും ആ സംശയം തീർന്നില്ലയെങ്കിലും പിന്നെയും മാമ്പഴക്കാലമെത്തി. ഇന്നും ആ സംശയം തീർന്നില്ലയെങ്കിലും പിന്നെയും മാമ്പഴക്കാലമെത്തി. അപ്പോൾ ഈ മാമ്പഴക്കാലത്തെക്കുറിച്ചുള്ള ആ കവിത ഇതിൻ്റെ ആരാണ് അവകാശികൾ എന്നുള്ള ആ ഒരു ഭൂമിയുടെ അവകാശം ആരാണെന്ന് നമ്മുടെ ബഷീർ എഴുതിയിട്ടുണ്ടല്ലോ അതിൻ്റെ. അപ്പോൾ അതിന് സമാനമായിട്ടൊരു കവിതയാണെന്ന് കണ്ടെത്തുകയും അവിടെ വിക്ടേഴ്സ് ചാനലിൽ കോവിഡ് കാലത്ത് കവിത പഠിപ്പിച്ചു. ആ പഠിപ്പിക്കുമ്പോൾ പറഞ്ഞാണ് ആദ്യം പഠിപ്പിച്ചത് ബഷീറിൻ്റെ അവകാശികൾ പറഞ്ഞിട്ട് ഇനി നമുക്ക് കവിതകൾ അങ്ങനെ. അപ്പം അതൊന്നും ഞാൻ അറിയുന്നില്ല ഇതൊക്കെ അവരെടുക്കുന്നത് എങ്ങനെയാണ്. അപ്പോൾ അവർ കണ്ടെത്തിയല്ലേ, കവിത കണ്ടെത്തുന്നവരാണ് അവരൊക്കെ. SCRT ആയാലും പാഠപുസ്തകക്കാർ കമ്മിറ്റിയിൽ എങ്ങനെ കണ്ടെത്തി. അപ്പോൾ അതെൻ്റെ ഒരു ഏറ്റവും വലിയ അവാർഡായിട്ട് പല അവാർഡ് കിട്ടി. എനിക്ക് അവാർഡ് ഇപ്പോൾ 5-6 കിട്ടാൻ അതിൻ്റെ ഈ പുസ്തകത്തിന് ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് അവാർഡുണ്ട്, അവാർഡ് കിട്ടിയിട്ടുണ്ട്. മാഷ് എഴുതിയ കവിതകളൊക്കെ പബ്ലിഷ് ചെയ്തതിന് ശേഷമാണ് അവർ പരിഗണിക്കുന്നത്. അതെ അതറിയില്ല, ഞാൻ കൊടുത്തിട്ടുണ്ടല്ലോ. ഇത് അല്ലെ യൂറിക്ക ഒരു റെഫറൻസ് അത് നോക്കി. യൂറിക്ക നല്ലൊരു മാസികയല്ലേ, അത് ഒരു റെഫറൻസും. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു അധ്യാപകർ പറയും ഇങ്ങനെ ഒരു കവിത ഉണ്ടല്ലോ,
അപ്പോൾ ഈ ദിക്ക് പഠിപ്പിക്കാനായിട്ടൊരു കവിത വേണമെന്ന് പറഞ്ഞപ്പോഴാണ് എൻ്റെ കിട്ടിയത്. അതോടൊപ്പം ചരിത്രം പഠിപ്പിക്കാം, ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ചിന് പഠനം എന്ന് പറഞ്ഞാൽ ഒരു കാര്യമല്ല പഠിപ്പിക്കുക, ഒരു വിവിധമായ ഒരു കവിത കൊണ്ട് ഒരു പാഠം കൊണ്ട് ഒരു കുട്ടിക്ക് 100 കാര്യം കിട്ടണം. രണ്ടും ഒരേ കാര്യമല്ല കിട്ടുന്നത്. ആ ഒരു സൈക്കോളജി. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഇതുകൊണ്ടായിരിക്കണം എനിക്കിങ്ങനെ കിട്ടിയത്. അങ്ങനെ ഒരു പിന്നെ എൻ്റെ കവിത വന്നിട്ടുണ്ട്, ഈ CBSE അത് അവർ കണ്ടുപിടിക്കുന്നു, അവരെനിക്ക് അറിയിക്കുന്നു, അവർ ചോദിക്കുന്നു, അവർ കരാർ ഒപ്പിടുന്നു, കാശ് തരുന്നു. കാശ് തന്നിട്ട് അവർ കൊണ്ടുപോയി അവർ അപ്പോൾ അവർ എന്തുകൊണ്ട് ആലോചിക്കുന്നു. പക്ഷേ സർക്കാരിൻ്റെ പാഠപുസ്തകം ഉള്ളത് കവിതയിൽ ചോദിക്കാറില്ല, അറിയില്ല അല്ലേ. അതെന്തുകൊണ്ടെന്നാലും എനിക്കറിയില്ല. അതവർ നമ്മളറിയിക്കുന്നില്ല, നമുക്ക് പ്രതിഫലം തരുന്നില്ല. പിന്നെ കിട്ടിയിട്ട അതിലൊരു വിവാദം വന്നിട്ട് കിട്ടി അത് പാട്ട്, അത് തന്നെ വേറെ കാര്യം. അപ്പോൾ അത് അങ്ങനെയാണ് എൻ്റെ ഒരു ജീവിതത്തിൽ എനിക്കുണ്ടായ അനുഭവം. അത് നിരന്തരം എഴുതുന്നു പറയാൻ പറ്റില്ല, ഒരുപാട് വായിച്ചെന്ന് പറയാൻ പറ്റില്ല. വായിച്ചത് ഞാൻ എൻ്റെ ഉള്ളിൽ ഉണ്ടാവും. ചില ആൾക്കാരില്ലേ ആ പുസ്തകം ഈ പുസ്തകം വായിച്ച് ലേറ്റസ്റ്റ് പുസ്തകം നമ്മൾ നോക്കണം, നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. നമ്മളെപ്പോഴും പ്രായം കൂടുന്തോറും എൻ്റെ പഴയ കാലത്ത് ജീവിക്കാൻ പാടില്ല. ഞാൻ ജീവിച്ച ഒരു വർഷം 50 കൊല്ലം ഇറങ്ങിയ എൻ്റെ കാലഘട്ടത്തിൻ്റെ ഓർമ്മകൾ നെസ്റ്റാൾജിക്കായിട്ടിരിക്കരുത്. ഈ പുതിയ കാലഘട്ടത്തിൽ എന്താണ് കാലം മാറിയത്, നമ്മൾ അവരോടൊപ്പം നിൽക്കണം. ഇപ്പോൾ പുതിയ ജനറേഷന്, നമ്മുടെ ജനറേഷനല്ല, ഇത് ജെൻസിയാണ്. ഇപ്പോൾ അവരുടെ ഭാഷ, ആഷ്പക്കാർ കുട്ടികളൊക്കെ നമ്മളെ പഠിപ്പിക്കും. ഞാൻ ക്യാമ്പിലൊക്കെ പോകുമ്പോൾ കുട്ടികൾ ഇങ്ങോട്ട് പഠിപ്പിക്കും, നമ്മളങ്ങോട്ട് പഠിപ്പിക്കാൻ പോകണ്ടല്ല. അപ്പോൾ അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ നമ്മൾ എഴുതുമ്പോൾ വളരെ വിജിലൻ്റ് ആവണം, അവരുടെ ഭാഷ അറിയണം. അവരെന്താ ഭാഷ നമുക്ക് അറിയില്ലല്ലേ, ജൻസ് ഭാഷയാണ്, ജൻസി ഭാഷയൊക്കെ ഒരു വ്യത്യാസം, അവരാ തമ്മിൽ സംസാരിക്കുമ്പോൾ നമുക്ക് അതിശയിച്ചു. അപ്പോൾ കുറേ കൂടി നമ്മൾ ഞാനതിരുന്നു ഒരു ആ പുസ്തകം ഇല്ല ഇവിടെ ചാറ്റി വന്ന കിറ്റിന്നൊരു പുസ്തകം എഴുതിയില്ല, ഏറ്റവും അല്ല ഇവിടെ പുസ്തകത്തിൻ്റെ അത് പറയാൻ കാരണം വെച്ചാൽ ചാറ്റാണ് കിറ്റി. അപ്പോൾ പൂച്ചൊരു കിട്ടല്ലേ, എൻ്റെ കവിത ചാറ്റി വന്ന പൂച്ച എന്ന് തന്നെ എഴുതി. അപ്പോൾ ഞാൻ കുട്ടികളോട് ചാറ്റി വരും, ഒരു പൂച്ച ജനറ്റിക്കൂടെ ചാറ്റി ഒരു ഇമാജിനേഷൻ എടുത്തു. അങ്ങനെ അത് എഴുതിയിട്ട് ഞാൻ പാലക്കാട് ഒരു സ്കൂളിൽ മോയിൻസ് സ്കൂൾ എന്നിട്ടുണ്ട്, പാലക്കാട് ഗവൺമെൻറ് സ്കൂൾ LP സ്കൂളിൽ എന്നെ കൊണ്ടുപോയി. അപ്പോൾ എല്ലാവർക്കും എന്നെ ഇഷ്ടമാണ്, ആ കുട്ടികളൊക്കെ ഭയങ്കര എൻ്റെ കവിത പഠിച്ചു കിട്ടണം. അപ്പോൾ അവരിങ്ങനെ ഞാൻ അവർക്ക് ഒരേ കവിത എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കുട്ടി 2ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി 2 പഠിക്കുന്ന കുട്ടിയാണ്, അവിടെ എന്നെ കുട്ടി ചോദിച്ചു, മാഷ അടുത്ത പുസ്തകത്തിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ചാറ്റി വന്ന പൂച്ച എന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടി എൻ്റെ എൻ്റെ മാഷ അതല്ല വേണ്ടത്, ചാറ്റി വന്ന കിറ്റി എന്നാക്കാൻ പറഞ്ഞു. അപ്പോൾ അത് നോക്കിയാൽ അപ്പം തന്നെ പഠിപ്പിച്ചാണ് പുതിയ കാലത്തിന് വയ്ക്കുമ്പോൾ കിറ്റി എന്നുള്ള ഭയങ്കര. അപ്പോൾ അതിൻ്റെ പ്രാസ ഭംഗിയുണ്ട് അവിടെ. ഞാൻ എൻ്റെ എൻ്റെ മിക്കവാറും പ്രാസ ഉണ്ടാവും. പക്ഷേ ഈ കുട്ടി പറഞ്ഞപ്പോൾ ഒരു കുട്ടി എന്നെ പറഞ്ഞില്ലേ, അപ്പോൾ ഞാൻ പേരാന് മാറ്റി ചാറ്റി വന്ന കിറ്റി എന്നാക്കി. അപ്പോൾ ഒരു പൂച്ച അങ്ങനെ ചാറ്റ് ചെയ്യണം. അപ്പോൾ ഈ ലാപ്ടോപ്പ് പിടിച്ച് അതിൻ്റെ ഫോട്ടോ ഒക്കെ ഉണ്ട്, അത് പുസ്തകത്തിൻ്റെ ഗുണമില്ല. അത് വെച്ചിട്ട് നോക്കുമ്പോൾ കുട്ടികൾക്ക് ആ ഒരു വേറൊരു ലെവലിൽ വന്നല്ലോ. നമ്മൾ കാലത്തിനോട് അപ്പം നിൽക്കണം. മാതൃഭൂമി ആഴ്ചപ്പിലൊക്കെ വരുന്ന കവിതകളൊക്കെ ഞാൻ ആദ്യം എല്ലാം വന്നു കഴിഞ്ഞാൽ ആദ്യം വായിക്കുക കവിതയാണ്. കഥ വായിക്കാൻ ക്ഷമ എനിക്ക് എഴുതാനും ക്ഷമയില്ല, വായിക്കാൻ പിന്നെ വളരെ ഇരിക്കണം. പക്ഷേ ഈ കവിതേനെ വന്ന് വായിക്കും. അപ്പോഴാണ് ഒരുപാട് കവികൾ, ഷീജ വക്കുന്നുണ്ട് ഏറ്റവും എനിക്കിപ്പോൾ ഇഷ്ടപ്പെടുന്ന കവി സച്ചിദാനന്ദ മാഷായിരുന്നു. അത് കഴിഞ്ഞിട്ടിപ്പോൾ ഷീജ വക്കുന്നുണ്ട്, ആയുർവേദ ഡോക്ടറാണ്. അപ്പോൾ അതിൻ്റെ കവിതകൾ അങ്ങനെ ഞാൻ പിന്നെ വായിച്ചിട്ട് അപ്പോൾ മാതൃഭൂമി ആഴ്ച വിളിക്കാൻ വായനക്കാരെ എഴുതുന്നതിലേക്ക് അപ്പോൾ എഴുതും. അങ്ങനെ ഒരുപാട് എൻ്റെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ വായന അതോടെ പ്രതികരിക്കുക. ഏറ്റവും ആദ്യം ചെയ്ത് കഴിഞ്ഞാൽ അത് മെയിൽ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ സമാനം അപ്പോൾ അവർ പ്രസിദ്ധീകരിക്കുമ്പോൾ അപ്പം നമുക്ക് സന്തോഷമല്ലേ. എൻ്റെ ഒരു വായനക്കാർ എഴുതുന്നതിൽ എൻ്റെ ഒരു ചെറിയ കുറിപ്പ് വരിക എന്ന് പറയുമ്പോൾ. ഇല്ല, കഥകൾ എന്ന് വെച്ചാൽ ഒരു കഥ 2 കഥ ഞാൻ എഴുതിയിട്ടുണ്ട്. കഥ എഴുതിയിട്ടുണ്ട്. ആ കഥ എഴുതാൻ കാരണം വെച്ചാൽ ഞാൻ ആദ്യം കഥ എഴുതി, ആ കഥ ഇഷ്ടപ്പെട്ടവർ പ്രസിദ്ധീകരിച്ചു, വലിയ കഥയായിരുന്നു. പിന്നീട് ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഈ മലയാളം എന്ന് പറഞ്ഞിട്ടൊരു NGN Expressൻ്റെ ഒരു ഓൺലൈൻ മാസികയുണ്ട്,
അപ്പോൾ അതിൽ കുട്ടികൾക്ക് വേണ്ടി കഥ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്നോട് പ്രിയ AS എന്നൊരു എഴുത്തുകാരിയുണ്ട്, കഥ എഴുത്തുകാരിയുണ്ട്, വലിയ എഴുത്തുകാരി. അവൾ സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ട് എഴുത്തുകാരിയാണ്. അപ്പോൾ എനിക്ക് എൻ്റെ ഫ്രണ്ട്ഷിപ്പുണ്ട് ഇങ്ങനെ ഫേസ്ബുക്കിലൊക്കെ ആയിട്ട്. അപ്പോൾ എന്നോട് ഒരിക്കൽ പ്രിയ വിളിക്കുകയാണ്, മാഷ എനിക്കൊരു കഥ, കുട്ടികൾക്കൊരു കഥ ഈ മലയാളം ജനശ്രുതിൻ്റെ മലയാളത്തിന് ഇതിലേക്കാണ് എഴുതാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പ്രിയ ഞാൻ കഥ എഴുതിയിട്ടില്ലോ എന്ന് പറഞ്ഞു. പറഞ്ഞു അല്ല, മാഷക്ക് പറ്റുന്നൊരു വിശ്വാസം അവർക്കുണ്ടെന്ന്. അപ്പോൾ ഞാനതിൽ നിന്ന് ഞാനെന്ന് വെച്ചാൽ അപ്പോൾ എനിക്ക് ഒരു നാടോടി കഥകളൊക്കെ, ഞാൻ എൻ്റെ സ്വന്തം കഥയല്ല, റീടോൾഡ് നാടോടി കഥകൾ, ചൈനീസ് നാടോടി കഥകൾ, ഇതൊക്കെ എൻ്റെ കുറേ കുട്ടിക്കാലത്ത് എൻ്റെ ഇളയച്ഛൻ പറഞ്ഞു തരുന്ന കുറച്ച് കഥകളുണ്ട്, ടാഗോറിൻ്റെയും ടോൾസ്റ്റോയുടെ കഥകൾ. അപ്പോൾ ഇതൊക്കെ എൻ്റെ മനസ്സിൽ കിടക്കുന്നുണ്ട്. ആ കുട്ടിക്കാലത്ത് കിട്ടിയ കുറേ കഥകളുടെ അനുഭവങ്ങൾ എടുക്കണം, അടുത്ത കാലത്ത് വായിച്ച് കിട്ടില്ല. അപ്പോൾ അതിന് ഞാൻ കഥകൾ ഉണ്ടാക്കി എൻ്റെ കുറച്ച് കൂട്ടിച്ചേർക്ക് വിട്ടൊരു കഥ അത് എഴുതി അയച്ചു കൊടുത്തു. അത് നല്ല മനോഹരമായിട്ട് എൻ്റെ കൊടുത്തിട്ട് ജനശ്രുതിൻ്റെ ഇതിൽ വന്നു. ആണ് ഒരു കഥ. പിന്നെ വേറെ യുറീക്കയിൽ വേറെ കഥ. ഇതുപോലെ തന്നെ ഓസ്ട്രേലിയയിൽ പോയപ്പോൾ എൻ്റെ മോൻ ഓസ്ട്രേലിയയാണ്, എൻ്റെ മരുമോളും പേരക്കുട്ടികൾ. അപ്പോൾ ഞങ്ങളുടെ ഇടയ്ക്ക് പോയി നിൽക്കും. അപ്പോൾ അവിടുത്തെ ചില മിത്തുകൾ, അബോർജിനൽ എന്ന് വെച്ചാൽ അവിടുത്തെ ആദിവാസികളുണ്ടായിരുന്നു. അവരൊക്കെ ഓടിച്ചിട്ടാണ് ബ്രിട്ടീഷുകാർ ആധിപത്യം വെച്ചിട്ടാണ് അവിടെ ഭരണം പിടിച്ചു പറ്റിയത്. അപ്പോൾ അവിടുത്തെ ചില മിത്തോളജികളുണ്ട്, ഒരു കഥകളുണ്ട്. അപ്പോൾ 3 മൗണ്ടൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു പർവ്വതമുണ്ട്, ഒരു 3 ഒരു ഇതുണ്ട്. 3 സിസ്റ്റേഴ്സ് എന്ന് പറയാം, മൗണ്ടൻസ് 3 സിസ്റ്റേഴ്സ് എന്ന് പേര്. എന്തുകൊണ്ടാണ് പേര് വന്നു? അപ്പോൾ ആ കഥ തന്നെ. അപ്പോൾ നമ്മളവിടെ ഞാൻ ആ ബോർജിനസിൻ്റെ പുസ്തകമൊക്കെ വായിച്ചു. അപ്പോഴാണ് ഈ കഥ വരുന്നത്. ആ ഒരു 3 പാറക്കല്ലുകൾ, കുന്നുകൾ കടലിൽ നിൽക്കണ്. അപ്പോൾ അതിനെ ചുറ്റുപാടുള്ള കഥ എന്ന് വെച്ചാൽ ഈ ആദിവാസികൾക്കിടയിൽ പല ഗോത്രങ്ങളുണ്ട്. അതിൽ ഒരു ഗോത്രത്തിൽ വേറെ ഗോത്രത്തിലെ കുട്ടി, ഒരു പെൺകുട്ടി, വേറൊരു പെൺകുട്ടി, അല്ല 3 പെൺകുട്ടികൾ വേറെ 3 മറ്റേ ഈ ഗോത്രവർഗൻ്റെ ആണുങ്ങൾ പ്രണയിച്ചിട്ട് അവർ അപ്പോൾ മറ്റൊരു അറിഞ്ഞിട്ട് വലിയൊരു പ്രശ്നമായി. അങ്ങനെ പാടില്ല, ഒരേ ഗോത്രമുണ്ട്, നമ്മുടെ ജാതി തന്നെ. അങ്ങനെ അവരപ്പോൾ അപ്പോൾ ഒരു നാട് വിട്ട് കടലിൽ കൂടെ പോവാണ്. ഇതൊക്കെ പോകുമ്പോഴാണ് ഒരു മന്ത്രവാദി ഉണ്ട്, വേറെ മന്ത്രവാദി ശപിച്ചിട്ട് പാറയാവട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ 3 പെൺകുട്ടികൾ സിസ്റ്റേഴ്സ്, എല്ലാവരും സിസ്റ്റേഴ്സാണ്. അവരവിടെ പാറയായിട്ട് നിൽക്കണത്രേ. അപ്പോൾ നമ്മൾ മഴ കൊണ്ടിട്ട് അങ്ങനെ പാറ ബാങ്കിൽ തടയും. അപ്പോൾ ഈ കഥ അങ്ങനെ ഈ പാറയിൽ നിൽക്കുന്ന പെൺകുട്ടികളെ തിരിച്ച് ഇയാൾക്ക് വേറെ മതം ചൊല്ലി കഴിഞ്ഞാൽ തിരിച്ച് പെണ്ണുങ്ങളെ ഈ മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ അത് സഹായിക്കാതെ വരാൻ വെച്ചാൽ ഈ മന്ത്രവാദി മരിച്ചുപോയി. അപ്പോൾ ഈ മിത്തട് നിൽക്കണം, ഒരുപാട് മിത്തോളജിയാണ്. അപ്പോൾ ഈ മിത്തെടുത്ത് ഞാൻ കഥ എഴുതിയിട്ട് യൂറോയ്ക്കയിൽ കൊടുത്തപ്പോൾ അപ്പോൾ അങ്ങനെ 1-2 കഥ എഴുതാൻ പറ്റുമെന്ന് തോന്നി. അങ്ങനെ വേറെ കവിത മാത്രമായിട്ട് ഇരുന്നപ്പോഴാണ് പിന്നെ കുട്ടികൾക്ക് ധാരാളം എഴുതി. അതിൻ്റെ കുറേ അവാർഡും കിട്ടി, 5-6 അവാർഡ് കിട്ടിയപ്പോൾ അത് ആദ്യത്തെ ഞാൻ ബാങ്കിലെ ജോലി ചെയ്യുമ്പോൾ ബാങ്കുകാരടുത്തൊരു ഇതിന് സമ്മാനം കിട്ടി കവിതയ്ക്ക്. അതുപോലെ അതിന് പ്രധാനപ്പെട്ട അവാർഡ് ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, തൃശ്ശൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് എനിക്ക് അവാർഡ് പ്രഖ്യാപിച്ചു. ഞാൻ ഈ കവിത ഞാൻ വേറെ അയച്ചു കൊടുത്താണ്, ഞാൻ അറിഞ്ഞില്ല. അവരെനിക്ക് എന്നെ ഫോൺ ചെയ്തപ്പോൾ ഞാൻ എനിക്ക് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അതെ. അപ്പോൾ എനിക്കിന് കവിതയ്ക്ക് അവാർഡ്, അവരെല്ലാ ഇതിനും കവിതയ്ക്ക് കൊടുക്കുകയും. അപ്പോൾ എൻ്റെ ഇതിനാണ് കിട്ടാൻ സന്തോഷമായി. അപ്പോൾ അതെ, ഞാൻ ജോലി ചെയ്യണത് ഇവിടെ സൗത്ത് ബാങ്കിൻ്റെ ചെങ്ങന്നൂർ ബ്രാഞ്ചാണ്. അപ്പോഴാണ് ഈ അവാർഡ് പ്രഖ്യാപിക്കലും. അപ്പോഴാണ് എൻ്റെ ബാങ്കിൽ തന്നെ അറിയണത്. അവാർഡ് പ്രഖ്യാപിച്ചപ്പോഴാണ് ഇങ്ങനൊരു നമ്മുടെ ഒന്നും അങ്ങനെ ശ്രദ്ധിക്കില്ല, ബാങ്കിലൊക്കെ അവർക്ക് തിരക്കൊന്നുമില്ല. അപ്പോൾ അവർ കവിത, അപ്പോൾ ഇത് വലിയൊരു ന്യൂസായിട്ട് എല്ലാ ചാനലിലൊക്കെ വന്നു, എൻ്റെ ഫോട്ടോ ഒക്കെ വന്നു. അപ്പോഴാണ് അപ്പോൾ ഇതിൽ ഈ കവിത ഇതിൻ്റെ അവാർഡ് കിട്ടി. ഈ അവാർഡ് വാങ്ങിക്കാനായിട്ട് ഞങ്ങളൊക്കെ ഒരുമിച്ച് പോയി പ്രസ് ക്ലബ്ബിൽ തിരുവനന്തപുരം മറ്റൊരു. അപ്പോൾ എനിക്ക് അവാർഡ് സമ്മാനിക്കുന്നത് MA ബേബി, അന്ന് അവിടെ വന്നിരുന്നു. അപ്പോൾ സമഗ്ര സംഭാവനയ്ക്ക് അവാർഡ് കിട്ടിയിട്ടുള്ളത് സുഗതകുമാരി ടീച്ചറാണ്.
അത് കഴിഞ്ഞിട്ട് എന്നെ പിന്നെ വിളിച്ചിട്ട് എന്നെ വലിയൊരു കാര്യമായിട്ട് അവിടെ തന്നെ. അപ്പം ഞാൻ മറുപടി പ്രശ്നത്തിൽ ഈ കുരുത്തോലക്കയുടെ ചോദിച്ചു. എൻ്റെ ഈണം എൻ്റെ തന്നെയാണ്. ആ ഈണം അപ്പോൾ അവിടെ നിശബ്ദമായി. ഞാൻ അവിടെ നല്ല ഓഡിയൻസ് 200 അവസരമുണ്ടായി. അപ്പോൾ ഇതിൽ ചൊല്ലിക്കഴിഞ്ഞ് ഞാൻ വന്നപ്പോൾ സുഗതമടിച്ച് എന്നെ വിളിച്ചു, ജിനൻ ഇങ്ങോട്ട് വായോ, ഇതൊരു ബാലസാഹിത്യമല്ല, മനോഹരമായിട്ട് എന്ന് പറഞ്ഞിട്ട് അതിന് എൻ്റെ വേറെ അവാർഡ് എന്നെക്കുറിച്ച് ഇരുത്തി. പിന്നെ എനിക്ക് എൻ്റെ കുറേ കവിത വേണമെന്ന് പറഞ്ഞു. ഞാൻ പുസ്തകം കൊടുത്തിട്ടൊക്കെ അങ്ങനെയാണ് അടുപ്പാണ്. അങ്ങനെ കുറേ അടുപ്പങ്ങൾ ഉണ്ടായത് ഒരു ഈ അവാർഡ്. പിന്നെ ഇവിടെ നിലമ്പൂർ വെച്ചൊരു നിലമ്പൂർക്കൊരു കവിത വെച്ച് കൊടുത്തു. അത് അവിടുത്തെ അവാർഡ് കിട്ടി. നിലമ്പൂർ സാർഗവജി അവാർഡ് കിട്ടി. അവിടേക്ക് പോയി വാങ്ങിച്ചു. വലപ്പാട് ആർക്കേസ് വലപ്പാട് അവാർഡ് ആണ് അതിന് മുമ്പ് കിട്ടിയത് കവിതയ്ക്ക്. തൃശ്ശൂർ ജില്ലയിലത്തെ കവികളിൽ നിന്ന് ഉള്ള ഒരു മത്സരമായിരുന്നു. ഞാൻ അയച്ചു കൊടുത്തു. എനിക്കൊന്ന് സമ്മാനം കിട്ടി. അപ്പോൾ അതിന് മുമ്പ് ആ അവാർഡ് കിട്ടിയത് റഫീഖ് അഹമ്മദിനായിരുന്നു. അപ്പോൾ റഫീഖ് അഹമ്മദിൻ്റെ കവിത കിട്ടി. പിന്നെ അടുത്ത പോലെ എനിക്ക് കിട്ടി. അപ്പോൾ റഫീഖ് അഹമ്മദ് ഞാൻ അടുപ്പുണ്ടാകാൻ ഒരു കാരണമാണ്. പക്ഷേ ഞാനൊരു ഗുരുവായൂർ കവി ഇറങ്ങിയപ്പോണ്ട് എൻ്റെ പേര് വിളിച്ചവൻ്റെ റഫീഖ് അഹമ്മദ് ജനങ്ങൾ എന്താണെന്ന് വെച്ചപ്പോൾ അപ്പോൾ അങ്ങനെ ആ ലിങ്ക് വന്നപ്പോൾ പിന്നെ ആൾ വലിയ കവിയാവുകയും നല്ല പാട്ട് എഴുത്തുകാരനാവുകയും ചെയ്തപ്പോൾ പിന്നെ പ്രശസ്തരായിട്ടുണ്ട്. പക്ഷേ ഈ തുടക്കത്തിൽ ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കെ രാജഗോപാൽ എന്നിട്ട് വലിയ കവിയുണ്ട്. അത് ചങ്ങന്നൂർക്കാരനാണ്. അത് ബീം എന്നൊരു സംഘടനയുണ്ട്, ബാങ്ക് എംപ്ലോയീസ് ആർട്സ് മൂവ്മെൻറ്റ് എന്നിട്ട് എറണാകുളം. അവർ സംസ്ഥാന തലത്തിലൊരു കവിത കോമ്പറ്റീഷൻ നടത്തി. അപ്പോൾ ഞാൻ സൗത്ത് ഇന്ത്യൻ ബാങ്ക് മതിലകത്ത് വർക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ കവിത വെച്ചു, അതെനിക്ക് ഫസ്റ്റ് കിട്ടി. അപ്പോൾ ആ അവാർഡ് നിശ്ചയിച്ചത് ONV കുറുപ്പ് ഒക്കെ ആയിരുന്നു. അപ്പോൾ അന്ന് രണ്ടാം സമ്മാനം കിട്ടിയ ആളിന് കെ രാജഗോപാൽ വലിയ കവിയായിട്ട് മാറിയത്. അപ്പോൾ നമ്മുടെ ചില ഇതാണ്. പിന്നെ സിനിമക്കാർ വന്നിട്ടുണ്ട് കുറേ. സിനിമക്കാർ വരും, ഒരു കവിത പുസ്തകമാക്കിയിട്ടില്ല. പിന്നെ ഒരു സിനിമയിൽ ഒരു കവിത ഓളെ കണ്ടെന്നാൾ ഒരു സിനിമയുണ്ട്, ഓളെ കണ്ടെന്നാൾ. അത് ചെറുപ്പക്കാർ അങ്ങനെ ഉണ്ടൊക്കെ എനിക്ക് അവർക്ക് എൻ്റെ ധാരണ ഞാൻ എഴുതുന്ന അവരുടെ ധാരണ ഒരു യുവത്വം ഉണ്ട് അവർക്ക്. അപ്പോൾ അതുകൊണ്ടാണ് എന്നെ വിളിക്കുന്നത് ഈ പ്രണയ എഴുതാൻ വേണ്ടി. അപ്പോൾ ഞാൻ അങ്ങനത്തെ ആളല്ല. അപ്പോൾ അവരുടെ ധാരണ ഈ കുരുത്തകട അപ്പോൾ ഈ പ്രണയമാണെന്ന് വെച്ചിരുന്നു. അപ്പോൾ ഞാൻ തർക്കിക്കാൻ പോയില്ല, എന്തായാലും അങ്ങനെ ആവട്ടെ. അപ്പോൾ എൻ്റെ ഒരു കവിത ഒരു പ്രണയിനിക്ക് ചൊല്ലിക്കൊടുക്കണമായിട്ടൊരു ഒരാൾ പാടുന്നുണ്ട്. എൻ്റെ കവിത ഉപയോഗിച്ചിരുന്നു. ചെന്നിരിക്കാൻ ചില്ലയില്ല, ചെന്നുകൂടാൻ കൂടുമില്ല, കൂട്ടുകാരി കിളി നിന്നെ കുറിച്ചൊരു പാട്ടുമില്ല, പരദേശക്കാട്ടിൽ നിന്നും പതിവായി പറന്നെത്തും പേരറിയ പക്ഷി നീന് കിളവേൽക്കാൻ തണലില്ല. ഇങ്ങനെ വെറുതെ നീ എന്തിനിങ്ങു വന്നതെൻ്റെ കൂട്ടുകാരി, തെല്ലകലെ കേൾപ്പതില്ലേ നെഞ്ചുകീറും വെടിയച്ച. ഇത് ഉപയോഗിക്കണ അവർ പ്രണയിക്കാൻ ഉപയോഗിക്കുന്നത്. നമ്മൾ ഞാൻ കവി ഉദ്ദേശിച്ചേക്കാൾ അപ്പുറത്ത് വായനക്കാർ വായിക്കുന്നുണ്ടെങ്കിൽ അതായിരിക്കും നല്ല കവിത. ഒരു കൃതിക്ക് 100 വായന ഉണ്ടായിക്കണം. അതിനിടയ്ക്ക് എഴുത്തുകാരൻ വന്ന് കയറി പറയരുത്, അതല്ല എന്ന് പറയരുത്. ഞാൻ ഉദ്ദേശിച്ച പറയാൻ പറഞ്ഞാൽ അതിൻ്റെ അവിടെ നിന്നു, അവർക്ക് എന്തോ ഉദ്ദേശിച്ചോട്ടെ. അപ്പോൾ അങ്ങനെ ചില ഇതാണ് നിമിത്തങ്ങളാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ചില ആ സിനിമയിൽ ഞാൻ കണ്ടിട്ടില്ല. ആ സിനിമ ഇറങ്ങിയപ്പോൾ കോവിഡിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ ഞാൻ സിനിമ കാണാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചെന്നു. അതപ്പോൾ അത് 2 ദിവസം കളിച്ചോളൂ. അപ്പോൾ ഞാൻ അങ്ങനെ സിറ്റുവേഷനിൽ കാണാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ചില കാര്യങ്ങൾ. വീട്ടിൽ എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ എഴുത്തുകാരനായിരുന്നു, EVG എന്ന് പറയും. 50കളൊക്കെ ആൾ എൻ്റെ അത് കുറേ ഇന്നലെ നോവലിനേറ്റ കുറേ 10-30 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇന്നലെ പുസ്തകങ്ങളാണ് EVG. അത് വെച്ചാൽ സർദാർ ഗോപാലകൃഷ്ണൻ്റെ ജീവിതമാണ്. സർദാർ ഗോപാലകൃഷ്ണൻ വിപ്ലവകാരൻ. ഞങ്ങളുടെ വീട് കമ്മ്യൂണിസ്റ്റ് കുടുംബമായിരുന്നു. ഇവിടെ ഞാൻ കുട്ടിക്കാലത്ത് കാണുന്നത് എൻ്റെ കമ്മ്യൂണിസ്റ്റ് പറയലും കൊടി ഒക്കെയാണ്. അപ്പോൾ സർദാർ ഗോപാലകൃഷ്ണനെ മതിലത്ത് വെച്ചിട്ടാണ് അടിച്ചു വന്നത്. നമ്പ്യാർ SI എണ്ണുണ്ട് സർക്കിളിൽ അടിച്ചു വന്നത്. ഇവിടെ അടിച്ചു, വലപ്പാട് കൊണ്ട് മർദ്ദിച്ചു, അങ്ങനെ അവിടെ മരിക്കുക. ആ നോവലിൻ്റെ കഥ എഴുതിയാണ്. അയാളുടെ ജീവിതമായിട്ട് നോവലാണ് ഈ ഇന്നലെ എന്ന് പറഞ്ഞിട്ട് നോവലുണ്ട്.
അപ്പോൾ ആ ഒരു അന്തരീക്ഷം ഞങ്ങളുടെ കുടുംബത്തിൽ കുറേ എഴുത്തുകാർ അച്ഛൻ്റെ എഴുത്ത് നോക്കിയിട്ടാണ് ഞാൻ കുറേ നോക്കണം അപ്പോൾ എൻ്റെ അക്ഷരങ്ങളിലേക്ക് വരുന്നത്. ഏകദേശം എൻ്റെ ഏകദേശം പ്രൊഫസർ സുകുമാരൻ എന്നുണ്ട് ഇവിടെ എസ്എൻകോളേജിൽ പ്രൊഫസർ എൻ്റെ മാഷ് കൂടിയായിരുന്നു. ആ ഏകദേശനാണ് എനിക്ക് എന്താ പറയുക കഥകൾ, ടോൾസ്റ്റോയ് കഥകളൊക്കെ പറയുക, ടാഗോർ കഥ. അപ്പോൾ ഇതൊക്കെ കേട്ട് എനിക്ക് ആ കവിതയും എനിക്ക് പഠിച്ചു തരും. മാമ്പഴമൊക്കെ നമ്മുടെ വൈലോപ്പിള്ള മാമ്പഴമൊക്കെ ചൊല്ലിക്കഴിയുമ്പോൾ ഞാൻ കരയും മാമ്പഴം. അപ്പോൾ അത് ആ ഒരു എന്താ പറയുക വീട്ടിലുണ്ടായ ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു. അതൊക്കെ പാട്ടും എഴുത്തുമായിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ പിന്നെ ഞാൻ അങ്ങനെ അമ്മ അമ്മ പാടിത്തരുന്ന വെച്ചാൽ KSK തളിക്കോടിൻ്റെ അമ്പുവിൻ്റെ ആട്ടിൻകുട്ടിയൊക്കെ ചൊല്ലിത്തരും. അതാണ് അങ്ങനെ വേറെ. പിന്നെ ഞാൻ വിവാഹം കഴിച്ചപ്പോഴാണ് ശരിക്കും പറഞ്ഞെങ്കിൽ ഞാൻ കല്യാണം കഴിച്ചത് ഇപ്പോൾ മീരാബായി ഇപ്പോൾ കൊടുങ്ങല്ലൂർ എഴുതിയിരുന്നു. പിന്നെ അത് പരിഷത്തിൻ്റെ ജനറൽ സെക്രട്ടറി, പ്രസിഡൻ്റായി, യൂറിക്കയുടെ എഡിറ്ററായി ഇതിനൊക്കെ മാറി. അപ്പോൾ പക്ഷേ എനിക്ക് വാസ്തവത്തിൽ എന്നെ എഴുതാൻ പ്രേരിപ്പിച്ചതൊക്കെ എൻ്റെ ആ സാമീപ്യം ഉണ്ടല്ലോ, അത് വായിച്ചാൽ എനിക്ക് എൻ്റെ ഭാഗ്യം എന്ന് വെച്ചാൽ കവിത എന്താണെന്ന് അറിയണം. നല്ലതാണെങ്കിൽ പറയും. അപ്പോൾ ഞാനൊരു കവിത എഴുതി കഴിഞ്ഞാൽ ഞാനിങ്ങനെ അടുക്കളയിൽ തിരക്കിലായിരിക്കും. അപ്പോൾ ഞാനിങ്ങനെ കാലത്ത് എനിക്ക് ഏറ്റവും രാവിലെ എഴുതിയാലേ ശരിയാവുള്ളൂ, വൈകുന്നേരം എനിക്ക് പറ്റും. അപ്പോൾ ഞാനതൊക്കെ നല്ല മരത്തിൽ എഴുതി ഞാൻ കൊണ്ട് ചെല്ലും. അപ്പോൾ തിരക്കിലായിരിക്കും കേൾക്കും. അപ്പോൾ ചില കവിത പറയും അത് വേണ്ട എന്ന് പറയും, അങ്ങനെ ചില കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്നെ നല്ലതാണെങ്കിൽ പറയും. അപ്പോൾ ഇന്നും കൂടി എന്നെ പറഞ്ഞ് ഇപ്പം എന്താ എഴുതണില്ല എന്ന് ചോദിച്ചു. അപ്പോൾ അത് ആളുടെയും കൂടി സപ്പോർട്ടിനോട് ഞാൻ ഇത്രയ്ക്കായത്. ചില വീട്ടുകാർ പറയും ഞാൻ ഭാര്യമാർ അങ്ങനെ ദേഷ്യമാണെന്ന് പറയും എഴുത്തൊക്കെ. പക്ഷെ അതുകൊണ്ട് ഇത് കൂടെ നിന്നുകൊണ്ടിരുന്നു ഇത് ഇത്രയും പുസ്തകമാണ് കാരണമുണ്ടായി എനിക്ക്. ഇപ്പോഴങ്ങനെയാണ് അവിടെ ഒരു അങ്ങനെ ഒരു അതായതുകൊണ്ട് അത് നല്ല വായിക്കുകയും എൻ്റെ മീര എന്ന് പറയുമ്പോൾ എന്തെങ്കിലും പുസ്തകങ്ങളൊക്കെ ആദ്യം ഇംഗ്ലീഷ് നോവൽ വായിക്കും. അതുകൊണ്ട് ഇംഗ്ലീഷിലൊക്കെ നല്ലോണം എന്താ പറയുക സംസാരിക്കും. ആൾ ഇംഗ്ലീഷ് മീഡിയത്തിലല്ല പഠിച്ചത്, ഇങ്ങോട്ടും പ്രസംഗിക്കാൻ അറിയാൽ ഇംഗ്ലീഷൊക്കെ പറയും. ഞങ്ങൾ ഉത്തരേന്ത്യയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഉത്തരേന്ത്യക്ക് പോകുമ്പോൾ അവിടെ ഭോപ്പാലിലൊക്കെ പോയിട്ട് അവിടെ ചിലപ്പോൾ എന്നെ വിളിച്ചിട്ട് അവിടെ ഞങ്ങൾ ഇരിക്കുമ്പോൾ ഞാനവിടെ വെറുതെ ഒരു ശാസ്ത്രമാണ് ഞാനവിടെ ഇരിക്കുന്നത്. അപ്പോൾ എന്നെ ആരോ അനൗൺസ് ചെയ്തു ഇങ്ങനെ ദർ ഇസ് എ പോയറ്റ് ഫ്രം കേരള ഹിസ് ഇയർ പ്ലീസ് ജിനൻ പ്ലീസ് കം എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ടിരുത്തിയിട്ട് കവിത ചൊല്ലിയിട്ടുണ്ട്. ഇതൊക്കെ വെച്ചാൽ ഇത് ഈ പരിഷത്തിൻ്റെ ലൈൻ ഉണ്ടല്ലോ, ഒരുപാട് ഉത്തരേന്ത്യക്ക് യാത്ര ചെയ്തപ്പോൾ അവിടെയൊക്കെ അംഗീകരിക്കും വിട്ടു. നമ്മൾ നാട്ടിൽ പറ്റില്ല, നമ്മുടെ നാട്ടിലേക്കാളും കൂടുതൽ അതെല്ലാവരും അങ്ങനെ തന്നെയാണ്. മലയാളം ഇനിയിപ്പോൾ മൈസൂർ എപ്പോഴും മലയാളത്തിനും ചില ഞാൻ ഒരു കർണാടകക്കാർ കുറേ എടുത്തിട്ടുണ്ട്. അവരെൻ്റെ അറിഞ്ഞിട്ട് അവരെൻ്റെ കവിത എടുത്തിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് അവർ ട്രാൻസ്ലേറ്റ് ചെയ്ത് വായിച്ചിട്ടുണ്ട്. കുറിച്ചിലക്കടെ തന്നെ വായിച്ചിട്ട് അവരെ ഭാഷയിലേക്ക് ആക്കും. അങ്ങനെ ഉണ്ടല്ലോ, അങ്ങനെ അവർ മനസ്സിലാക്കിയിട്ടില്ല. അങ്ങനെ ചില കാര്യങ്ങളുണ്ട്. പിന്നെ എൻ്റെ പാഠപുസ്തകത്തിൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. പാഠപുസ്തകം വന്നോണ്ടാണ് ഇപ്പോൾ ഈ ഞാൻ പഠിച്ച സ്കൂള് ഈ ഈ തൃപ്പേക്കട സ്കൂളിൽ പാപ്പനോട്ടം അവിടെ എൻ്റെ പഠിപ്പിക്കുന്നു. ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവിടെ പഠിച്ചിട്ട് എൻ്റെ ക്ലാസ്സിൽ ഇപ്പോഴത്തെ കുട്ടികൾ എൻ്റെ കഥ പഠിക്കുന്നു, 5ൽ പഠിക്കുന്നു. ഇതൊക്കെ നമുക്കൊരു വിചാരിക്കാൻ, നമ്മൾ പഠിക്കുന്ന കാലത്ത് കുമാരനാശാൻ്റെ കവിത പഠിക്കുന്നു, അവിടെ കണ്ടിട്ടില്ലല്ലോ. വള്ളത്തോൾ പഠിക്കുന്നു, ഇവരത് കണ്ടിട്ടില്ല. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് എന്നെ കൊണ്ടുചേരണം. അപ്പോൾ അപ്പോൾ അതാണ് ഇപ്പോഴത്തെ ഒരു മാറ്റം, കാലഘട്ടത്തെ മാറ്റമാണ്. അപ്പം അങ്ങനെ ചില കാര്യങ്ങളുണ്ട്. പിന്നെ എൻ്റെ ഫാമിലി ഇപ്പോൾ എൻ്റെ അനിയൻ ഇപ്പോൾ വസന്തൻ മാഷുണ്ട്, PG വസന്തൻ. പുള്ളി പാട്ടിൻ്റെ ശേഖരണം, പഴയ പാട്ട് കഥ എഴുതും, പാട്ട് എഴുതും. ഈ പഴയ പാട്ടുകളൊക്കെ അവിടെ അറിയോ? ഒന്നിട്ടില്ല അത് അവിടെ ഹാർഡ് ഡിസ്കൊക്കെ ഇപ്പോഴും ഇപ്പോൾ ആള് ഡിസ്ക് എനിക്കിത് എൻ്റെ കുറേ പാട്ടുകൾ ലളിതഗാനം വന്നൊക്കെ ഉണ്ടേ. ഞാൻ എൻ്റെ പോയിരിക്കുന്നു, എൻ്റെ ടൈപ്പ് കാർഡിലൊക്കെ നന്നാക്കി ഇപ്പോൾ കിട്ടി. ഇതൊക്കെ പഴയതൊക്കെ ഇട്ടപ്പോൾ ഞാൻ എഴുതിയ ലളിതഗാനങ്ങളൊക്കെ നമ്മുടെ ആകാശവാണിയിൽ ഇങ്ങനെ സംഗീത പാഠം പഠിപ്പിക്കുമ്പോഴേ ഇപ്പോഴെനിക്ക് അപ്പോൾ ഞാൻ തന്നെയാണ്. അപ്പോൾ അന്ന് നല്ല വരികളായിരുന്നു.
സൂക്ഷിച്ചിട്ടുണ്ട്. അതിപ്പം കുറച്ച് കിട്ടിയത് അതൊക്കെ പോയിരിക്കുന്നു. ഇത് കിട്ടി. അപ്പോൾ ആ പാട്ട് ഇപ്പം ഞാൻ ചെയ്യാന്ന് വെച്ചാൽ ഇത് ഞാനത് പ്ലേ ചെയ്തിട്ട് ഞാൻ പിടിക്കണം ചെയ്യണം, മൊബൈൽ പിടിക്കും, അപ്പോൾ കിട്ടുമല്ലോ. അപ്പോൾ അത് ഞാൻ ഫേസ്ബുക്കിൽ ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഓർമ്മകളൊക്കെ ഫേസ്ബുക്കിൽ ഇടുമ്പോൾ ഇതൊക്കെ ഇടും, എന്നെ പറ്റി പറഞ്ഞതും. ഞാൻ അപ്പോൾ ഈജൻ, അപ്പോൾ ഇത് രചന ഈജൻ എന്ന് പറയുമ്പോൾ ഒരു സന്തോഷമല്ലേ, ആകാശവാണിയിൽ പാടും. പിന്നെ പിന്നീട് ഈ സുഭാഷിതം എന്നൊരു സംഭവം വന്നു, എനിക്ക് കിട്ടി. ആകാശവാണി തൃശ്ശൂർക്കാരൻ എന്നെ വിളിക്കുന്നത് സുഭാഷിതം, മാഷ സുഭാഷിതം. അപ്പോൾ ഞാൻ ആ ഉപദേശം, അപ്പോൾ ഞാൻ ഈ 6 മണിക്ക് 5 മിനിറ്റാണുള്ളൂ, അതിന് ഞാൻ കുറേ ബുദ്ധിമുട്ടിയിട്ട് സുഭാഷിതം എഴുതുന്ന കവിതയായിരിക്കും, അവർക്ക് ഇഷ്ടപ്പെട്ടു. അവൻ നിരന്തരം അങ്ങനെ ഒരുപാട് സുഭാഷിതങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ കൂട്ടൊരു പുസ്തകം എൻ്റെ ഞാനിപ്പോൾ അതൊക്കെ ഞാനൊരു പുസ്തകം ഉണ്ട്. ഞാൻ 20 ഇതൊക്കെ ഉണ്ട്. ഇപ്പം ഞാൻ പുസ്തകക്കട വന്നു, പിന്നെ അവിടെ പരിഷത്താണ് എടുക്കണത് അധികം. ഇത് കുറേ 4 പതിപ്പായി പുസ്തകക്കടി. പിന്നെ ഇത് കവിതപ്പുറത്തിൽ കൂടാൻ മാറ്റുന്നുണ്ട്, അതൊരു നല്ല കവിതകളാണ്. അതുപോലെ അത് നിലാവിൽ പൂർണ്ണ പബ്ലിക്കേഷൻസ്, അത് അവരെന്നെ ശ്രീകുമാർ എന്നാണ് എഴുത്തുകാരനെ വിളിച്ചിട്ട് നിർബന്ധിച്ച് ചോദിച്ചാണ്. ഞാൻ ഓരോ എഴുതിയിട്ടുണ്ട്, ആൾ ഫോണിലേക്കൂടെ കൊണ്ടുപോയി ഞാൻ. എന്നിട്ട് അത് പുസ്തകമാണ് ഇത്. പിന്നെ അത് പിന്നെ ഇത് ആദ്യത്തെ പുസ്തകമാണ് ഇത്. ഉണ്ണിക്കനാവ് ഇവിടെ മതിലകം പ്രിൻ്റ് ഹൗസ്. അതിന് മുമ്പ് ഒരു ഇതിൻ്റെ പുസ്തകം സൗഹൃദം പുസ്തകം എന്നിട്ട് സുനിൽ പി മതിലൊക്കെ ഉണ്ടല്ലോ, അവരാദ്യം ഇറക്കിയ പുസ്തകം. ഇതിന് അവാർഡ് കിട്ടിയത് RKS വലപ്പാട് അവാർഡ് കിട്ടി. അങ്ങനെ അങ്ങനെ കിട്ടി. അതിന് വേറെ ഇതിന് കിട്ടിയൊരു അവാർഡ് ഇതിന് കിട്ടിയിട്ടുണ്ട്. അതിന് പിടിച്ചത്, അതിന് കുറേ അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് അത് 75 അടിയന്തരാവസ്ഥ ഒക്കെയാണ് 75. അത് മാതൃഭൂമി ബാലഭക്തിയിട്ട്. പിന്നെ ആ കാലം തന്നെയാണ് BEd കാലത്ത്. അപ്പോൾ ഞാൻ വൈകി എഴുതിയ ആളാണ്. ഞാൻ പണ്ട് എഴുതിയൊക്കെ എന്തായി അത് ഫ്ലോപ്പായിരുന്നു. നമ്മൾ എഴുതിയ അപ്പോഴേക്ക് ബോധ്യത് ഇങ്ങനെയല്ല, നമ്മൾ പരാജയപ്പെട്ട ആദ്യം. അല്ല, അത് വേണമെന്ന് ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് ആരും നമ്മുടെ കവിത. അത് ഇല്ല അതെ കമ്മ്യൂണിസ്റ്റിൻ്റെ വരാന്ന് വെച്ചാൽ ഞാൻ ഒരു ആകാശത്തിൻ്റെ ഒരു കവിത എഴുതിയിട്ട് മാതൃഭൂമി ബാലഭക്തിയിലേക്ക് എഴുതി. ആ ചുവപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് എഴുതി. അപ്പോൾ കുഞ്ഞുണ്ണിമാർ സംശയം ഇത് കമ്മ്യൂണിസമാണെന്ന് പ്രചരിച്ചില്ല. അന്ന് മാതൃഭൂമി എനിക്കറിയില്ല. ഇല്ലല്ലേ. അല്ല അത് അല്ല അന്ന് ശ്രദ്ധിക്കപ്പെടാന്ന് വെച്ചാലേ ഞാനന്ന്, പക്ഷെ ഞാൻ കുറേ അധികം നിരന്തരം എഴുതിയിട്ടുണ്ടായില്ല. നമ്മൾ എൻ്റെ എഴുത്തുകൾ നിരന്തരമാവണം, നമ്മൾ എഴുതിക്കൊണ്ടിരിക്കണം. മടങ്ങി വന്നിട്ട് നിരാശപ്പെടരുത്. എല്ലാവരും മടങ്ങിയിട്ടുണ്ടാവും. റഫീഖ് അഹമ്മദിൻ്റെ പറഞ്ഞൊക്കെ കുറേ മടങ്ങി, അങ്ങനെ മടങ്ങാണ്ടിരിക്കും. അപ്പോൾ അങ്ങനെയാണ് റഫീഖ് അഹമ്മദ് കഴിവുള്ള ആൾ, എന്നെക്കാളും കഴിവുള്ള ആൾ. പിന്നെ പ്രണയത്തിൻ്റെ ഇതൊക്കെ എഴുതിയപ്പോൾ ഞാൻ പിന്നെ ഈ നഴ്സറി റൈംസ് ഒക്കെ ഉണ്ട്, അതിങ്ങനെ ചോദിച്ചിട്ട് കിട്ടുന്നതാണ്. ഇപ്പോൾ ചിത്രം വരാനിട്ട് അതൊക്കെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ചിത്രം വരാൻ. പിന്നെ ഇടവഴിയിലെ പൂച്ച പുസ്തകം വായിക്കുന്നു, അതൊക്കെ നമ്മൾ കാഴ്ചയാണ് കുട്ടികളെ. ഇത് ചിത്രം വര. പിന്നെ നഴ്സറി കുറേ നഴ്സറി പാട്ടുകൾ LKG UKG ഒക്കെ ആയിട്ട് തൃശ്ശൂർ ഒരു കൂട്ടർ ഇറക്കിയാണ്. 2 ഭാഗമുണ്ട്, UKG LKG ഉണ്ട്. പിന്നെ തനിയെ നീ വരുന്ന ഇത് ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇറക്കിയാണ്, തനിയെ നീ വരുന്ന കൂടകൾ. CBSE ഒരുപാട് കവിത. അതെന്നുവെച്ചാൽ ഒരു എന്തൊരു തീവണ്ടി കാഴ്ചയുണ്ട്. അത് ഈ തടിയിൽ മാസികയിൽ വന്നു. തടി അത് നമ്മുടെ ആരാണ് CP പള്ളിപ്പുറം കണ്ടെത്തിയിട്ടു. പുള്ളി ഒരു ടെസ്റ്റ് കമ്മിറ്റി ഉണ്ടായിരുന്നു, അപ്പോൾ ആളെടുത്തിട്ടു. അത് കാഴ്ച. അത് ഞാൻ ഉത്തരേന്ത്യക്കൂടെ സഞ്ചരിക്കുമ്പോൾ അവിടെ ഈ തീവണ്ടി നീങ്ങുമ്പോൾ പാടം അങ്ങനെ പോകുമ്പോൾ ഓരോടെ കാഴ്ചകളുണ്ടാണ്. ഓരോരോ കാഴ്ചകൾ ദൂരെ ദൂരെ ഞാൻ അതിന് കവിത. കടുമലയും പുഴയും താഴ്വര അടുമലും ദൂരെ ആ ദൂരെ നമ്മളെ കാഴ്ച. തീവണ്ടി പോകുമ്പോഴേ നമ്മൾ പുറത്ത് നോക്കി ഇരിക്കും ഞാൻ.
എപ്പോഴും എനിക്ക് യാത്ര കിട്ടും. ഞാൻ ബസ്സിൽ പോയാലും ലെഫ്റ്റ് സൈഡ് എടുക്കും. ഞാനിങ്ങനെ യാത്ര ഇഷ്ടപ്പെടുന്ന ആളാണ്. കുടകിലൊക്കെ ഞാൻ ജോലി ചെയ്യും, മംഗലാപുരത്ത് ജോലി ചെയ്യുമ്പോൾ കൂർഗ് അവിടെ താമസിക്കും. പിന്നെ അങ്ങനെ അപ്പോൾ ആ കാഴ്ച ഉണ്ടോ. അപ്പോൾ ഈ നമ്മൾ കാണാത്ത കാഴ്ച ഉത്തരേന്ത്യയിലുണ്ട്. നമ്മളിവിടെ തെങ്ങലാണല്ലോ. അപ്പോൾ ഈ കുടക് അവിടെ കടുക് അങ്ങനെ തേയില പുകയില കൃഷിയുടെ അങ്ങനെയുള്ള ഒരുപാട് കാഴ്ചക്കൂടെ ജീവിതങ്ങൾ കാണും ഞാൻ. കറുത്ത ആൾക്കാർ അവരുടെ ജീവിതം ഈ അവർ പണിയെടുക്കുന്ന കാരണം. അപ്പോൾ അതിൽ പൊളിറ്റിക്സ് വരും കറുത്തവരുടെ. അപ്പോൾ അതൊക്കെ അവർ വരുന്നു. ഇതിപ്പോൾ ബോധപൂർവ്വം പറഞ്ഞാൽ ഞാൻ എഴുതുമ്പോൾ വരുന്ന ചില ആശയങ്ങൾ ഞാൻ എഴുതുമ്പോൾ ഇതുപോലെ വരണല്ലോ എന്ന് ഞാൻ ഇല്ല, പ്ലാനിങ് ഇല്ല. അത് അവസാനം എനിക്ക് എത്തും. വരികൾ പറഞ്ഞ് ആ ഒരു ഇതിലേക്ക് എത്തിക്കുകയാണ് ആണ്. അപ്പോൾ അത് ഇപ്പോൾ ആ ആദ്യത്തെ പാഠവസ്ഥ തന്നെ അങ്ങനെ വന്ന് പിന്നെ പോകണ ദിക്കേത് ഉണ്ണിയുടെ വീടിൻ്റെ തെക്കേന്ന് ഉണ്ണിയുടെ വീടെന്നരങ്ങാണ് ഇത്തിരി മാറി കിഴക്കാണ് ഇത്തിരി എന്നാൽ എന്തോരം ഇമ്മിണി പോയി വടക്കോരം ഇമ്മിണി പോയാലെങ്ങോട്ട് ഇങ്ങനെ ചെന്ന് പടിഞ്ഞാട്ട് കൺകെട്ടടിച്ചു നോക്കുമ്പം കൺമണി കാണുന്നത് എന്താണ് ഇപ്പം കടപ്പുറത്താണല്ലോ ഉപ്പ് തരും കടൽ കാണാമല്ലോ ഉപ്പെന്ന് കേൾക്കുമ്പോൾ എപ്പോഴും ഉള്ളം തുടിക്കുന്ന എന്താകാം പണ്ട് കടപ്പുറത്തപ്പൂപ്പൻ ഉപ്പ് കുറുക്കിയതോർത്താകാം എന്ന് വരുന്നില്ലേ. ഒരു കാഴ്ച കണ്ടു പോകുമ്പോൾ കടപ്പുറത്ത് എത്തിയപ്പോഴാണ് ഉപ്പ് കാണുന്നതും. അപ്പോൾ അതുവരെ എനിക്കൊരു ഐഡിയ ഉണ്ടായില്ല. ഗാന്ധി വന്നുപെട്ടാണ് അതിന് നമ്മൾ അറിയാണ്ട് ഗാന്ധിയിലേക്ക് എത്തിപ്പെടണം. ഞാനിപ്പോൾ 2015 റിട്ടയറായി. പത്രായി പിന്നെ ആൾക്കാർ വിളിക്കല്ലേ. ഇപ്പം നമ്മളിപ്പോൾ സാഹിത്യ വലിയൊരു നമ്മളൊക്കെ വിളിക്കും കുട്ടികളെ സ്കൂൾ LP സ്കൂളിലേക്ക് UP സ്കൂളും ഇങ്ങനെ പാലക്കാട് പിന്നെ ഇവിടെ കൊല്ലം കുറേ ദൂരേക്കാൻ പോവില്ല. അവർക്കറിയില്ല ഞാൻ എവിടെയെന്ന് അവർക്കറിയാം. കാസർഗോഡ് സ്കൂളിൽ നിന്നൊക്കെ അവരുടെ ഭാഗത്തു നിന്ന് വിളിക്കേ അവരെ പഠിപ്പിക്കാനുള്ള കുട്ടിച്ചളന്മാർ എഴുതിയ ആളെ കണ്ട് പിടിക്കണേ പഠിപ്പിക്കാൻ. നല്ല ടീച്ചർമാരുണ്ടോ ഇവിടുത്തെ അങ്ങനെ കണ്ടിട്ടില്ല. ഇവിടുത്തെ കണ്ടിട്ടില്ല. അതെ വിളിക്കണ്ട. ഞാനിപ്പോൾ ഈ നാളെ വരെ വിളിച്ചിട്ടുണ്ട്. ഞാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് തന്നെ നാളേക്ക് പോകണ്ടാണ്ട് ഇവിടെ കാരമുക്കിൽ പോകണം. കാരത്തിന് ഇവിടെ ഉണ്ട് തൃശ്ശൂർപ്പേരുണ്ട്. അപ്പോൾ ടീച്ചർമാർ എൻ്റെ വായനക്കാരും അതിനും കുട്ടികളും അധ്യാപകരാണ്. അതുകൊണ്ടാണ് അത് നമ്മളിപ്പോൾ അതങ്ങനെ ബ്രാൻഡ് ചെയ്യപ്പെട്ടു. ഞാൻ അതങ്ങനെ ഇപ്പോൾ അത് ബാലസാഹിത്യകാരെന്ന് പറഞ്ഞു തുടങ്ങി. പ്രശസ്ത ബാലസാഹിത്യകാരൻ. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ എഴുതണ്ട, കവിനിട്ടാൽ മതി. കാരണം ഞാനത് മറ്റേ എഴുതുന്നില്ലേ ഇല്ലേ. അപ്പോൾ അതിലൊരു ഒതുക്കാണ് നമ്മളങ്ങനെ ഒരു അതറിഞ്ഞ് വലിയ വലിയ എഴുത്താർ എഴുത്താറിൻ്റെ കാലത്ത് അവരൊന്നും കണ്ടിക്കാനാണ്. അവർക്ക് അറിയണ്ടല്ല, അവരെഴുതില്ല. കാരണം ഞാൻ ബാലസാഹിത്യം എഴുതി കഴിഞ്ഞാൽ എന്തൊരു മൂന്നാം തടം. കുട്ടികൾക്കൊരു പ്രചോദനം ഇത് വായിക്കുമ്പോൾ അല്ല, ഡിമാൻഡ് സപ്ലൈ. നമ്മൾ എക്കണോമിക്സ് പഠിച്ചാണ്. എന്താ ഡിമാൻഡ് അത് നിർമ്മിക്കുക, സപ്ലൈ ചെയ്യുക. പ്രൊഡക്ഷൻ എങ്ങനെയാണ്? ഇപ്പം നമുക്കൊരു കമ്പനി ഉണ്ട്, അത് ആൾക്കാർ ഡിമാൻഡ് ചെയ്യണം എന്താണ് ആ പ്രോഡക്റ്റ് കൊടുക്കണം. പ്രോഡക്റ്റ് അതുണ്ട്. എൻ്റെ പ്രോഡക്റ്റ് ഈ കുട്ടികളെങ്കിൽ അത് വിൽക്കപ്പെടുന്നു. മാവിൻ തണലിൽ ഞാൻ ഒറ്റയ്ക്ക് പുസ്തകം വായിച്ചിരുന്നു രസിച്ച കാലം. കാണാത്ത കൊമ്പിൽ നിന്നഞ്ചാറു മാമ്പഴം കാറ്റിൻ്റെ കൈകൾ കൊഴിച്ചു തന്നു. ഞാനതിലൊന്നെടുത്തോടുവാൻ നോക്കുമ്പം ന്യായം പറയുവാൻ കാക്ക വന്നു. ആ ചില്ല ഈ ചില്ല മാറിച്ചിലച്ചു കൊണ്ടണ്ണാറ കണ്ണനും നോട്ടമിട്ടു. ഒന്നെടുത്തോട്ടെ എന്നോടിക്കിതച്ചുകൊണ്ടൊത്തിരി പൂത്താൻ കിളികൾ വന്നു. കുത്തിത്തുളച്ചു കുടിക്കാൻ തരം നോക്കി ഇത്തിരി കുഞ്ഞൻ ഉറുമ്പ് വന്നു. ഉള്ളു ചീഞ്ഞെന്നു പറഞ്ഞിടഞ്ഞുള്ളിലേക്കൊന്നു കടക്കാൻ പുഴുക്കൾ വന്നു. കണ്ണു ചിമ്മുന്നതിന് മുമ്പേ അന്നെത്രയോ കണ്ണിൽപ്പെടാത്തോരും വന്നിരിക്കാം. ആർക്കാണിതിന് അവകാശമെന്നു ഞാൻ തീർച്ചയാക്കാതെ പരുങ്ങി നിന്നു.
ഇന്നും ആ സംശയം തീർന്നില്ലയെങ്കിലും പിന്നെയും മാമ്പഴക്കാലമെത്തി. ഇന്നും ആ സംശയം തീർന്നില്ലയെങ്കിലും പിന്നെയും മാമ്പഴക്കാലമെത്തി.